മറ്റൊരു വാർത്ത നോക്കിയാൽ ഡൽഹി സന്ദർശന വിവാദത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രി JP നദ്ദയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. ബുധനാഴ്ച ഉച്ചയോടെ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി കത്തയച്ചുവെന്നും ഇതിന് ഇതുവരെ മറുപടി ലഭിച്ചില്ല എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇത് സംബന്ധിച്ച ഇമെയിൽ വിശദാംശങ്ങൾ മന്ത്രി പരസ്യമാക്കി. ഇതിനിടെ UDF MPമാർ JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നു. വലിയ വിവാദമായതാണ്. ഡൽഹിയിൽ സന്ദർശിക്കാൻ വീണ ജോർജ് പോയതിനു പിന്നാലെ JP നദ്ദ അനുവാദം നൽകിയില്ല എന്നുള്ള വിശദീകരണമാണ് മന്ത്രി നൽകിയത്. അതേസമയം തന്നെ അനുവാദം തേടിയതുമായി ബന്ധപ്പെട്ടും പിന്നീട് അതൊരു വിവാദമായി മാറിയിരുന്നു. ഇന്ന് മന്ത്രി തിരിച്ച് കേരളത്തിലെത്തിയപ്പോഴും ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകുകയുണ്ടായി. തുടർന്ന് ഇപ്പോൾ JP നദ്ദ തന്നെ സഭയെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് അനുവാദം തേടിയത് അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇപ്പോൾ അനുമതി നൽകും എന്നും അദ്ദേഹം അറിയിക്കുകയായിരുന്നു. വിനീത വിജിയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. വിനീത, എപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കുക? ഒപ്പം തന്നെ ഈ UDF MPമാരും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഈ വാർത്തയുടെയും കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ UDF MPമാരും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് സംബന്ധിച്ച ഇനിയും ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് അവർക്ക് സമയം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വീണ ജോർജുമായി JP നദ്ദ അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തും. ഇതിനായി സമയം അനുവദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആകും ഈ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പുറമെ JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നേരത്തെ തന്നെ KV തോമസും സമയം ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ KV തോമസുമായുള്ള ഒരു കൂടിക്കാഴ്ചയും അടുത്ത ആഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരിക്കും KV തോമസ്, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുക. ഇന്നലെ ഈ സമര ആശാ വർക്കർമാരുമായൊക്കെയുള്ള സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്നലെ മന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ വിഷയം JP നദ്ദയെ കണ്ട് അറിയിക്കുന്നതിനായി അവർ അപ്പോയിന്റ്മെന്റ് തേടിയിട്ടുണ്ടായിരുന്നു. 2 കത്തുകളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 18-ാം തീയതിയും 19-ാം തീയതിയുമാണ് ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടിക്കൊണ്ട് കത്ത് നൽകിയിരുന്നത്. 18-ാം തീയതി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും 19-ാം തീയതി റെസിഡന്റ് കമ്മീഷണറിൽ നിന്നുമാണ് കത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചിരുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, താൻ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു JP നദ്ദ ഇന്ന് രാവിലെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വീണ ജോർജ് ഡൽഹിയിലെത്തിയെന്നും ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം ആവശ്യപ്പെട്ടതും താൻ അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു JP നദ്ദയുടെ മറുപടി ഉണ്ടായിരുന്നത്. പിന്നാലെ തന്നെ വീണ ജോർജിനെ കാണുമെന്നും JP നദ്ദ അറിയിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇത് സംബന്ധിച്ച് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ കൂടിക്കാഴ്ച ഉണ്ടാവുമെങ്കിൽ ഈ ആശാ വർക്കർമാരുടെ നിലവിലെ പ്രശ്നങ്ങൾ അടക്കമുള്ള 4 ആവശ്യങ്ങളാകും ഈ JP നദ്ദയുമായി വീണ ജോർജ് സംസാരിക്കുക. അത് ഇന്നലെയും മന്ത്രി വ്യക്തമാക്കിയത് തന്നെയാണ്. ആശാ വർക്കർമാർ നിലവിൽ നേരിടുന്ന അവരുടെ പ്രശ്നങ്ങൾ, ഇതുകൂടാതെ തന്നെ എയിംസ് എന്ന കേരളത്തിന്റെ വളരെ കാലമായുള്ള ഒരു ആവശ്യം, ഒപ്പം വയനാടും കാസർഗോഡും ഒക്കെ പുതിയ മെഡിക്കൽ കോളേജുകൾ കേരളം കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. ഇതിനൊക്കെ കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ കൂടി തേടുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരം അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെയും ഈ കത്തുകൾ നൽകിയിരുന്നപ്പോൾ ആ കത്തുകളിലും ഇത്തരം അജണ്ടകൾ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരുപക്ഷെ പാർലമെന്റ് ഒക്കെ നടക്കുന്ന സാഹചര്യത്തിലാകാം തനിക്ക് ഇന്നലെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ പോയതെന്നും വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരുപക്ഷെ പിന്നീട് താൻ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുമെന്നും അന്ന് അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും തുടർന്ന് ഇന്ന് രാവിലെയാണ് JP നദ്ദയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമാവുന്നത്. എന്താണെങ്കിലും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് KK ശൈലജ അടക്കം നമ്മളോട് പ്രതികരിച്ചത് ആ കൂടിക്കാഴ്ച ഒരു പോസിറ്റീവ് എന്ന രീതിയിൽ തന്നെ കാണുന്നു. കേരളത്തിന് അനുകൂലമാവുന്ന തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്.